രാത്രിയായാൽ ജാസ്മിന് ചില കലാപരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ ഗബ്രിയുടെ ഫോട്ടോ എടുത്തു വെച്ച് സംസാരിക്കൽ. ഈ രാത്രിയും അവിടെ ഗബ്രിയുടെ ഫോട്ടോ എടുത്തു വെച്ച് സംസാരിക്കലുണ്ടായിരുന്നു. എൻ്റെ പൊന്നു ഗബ്രി, എന്തൊരു ഭംഗിയായിരുന്നു നിന്നെ കാണാനായിട്ട്. നീ ഇവിടുന്ന് പോകുന്ന സമയത്ത് ക്ഷീണിച്ച് മെലിഞ്ഞ് കോലം കെട്ട് പോയിരുന്നു. എവിടുന്ന് കിട്ടിയിടാ നിനക്ക് ഈ കോട്ട്? എന്ത് വൃത്തികെട്ട കോലം. നീ ഇതിട്ടല്ലോ. നിന്റെ കണ്ണുകൾ കണ്ടിട്ട് എത്ര നാളായി ഞാൻ. എന്തൊക്കെയാണ് ആ ഫോട്ടോ നോക്കിയിട്ടിരുന്ന് വിളിച്ചു പറയുന്നത്. പിന്നെ ഇന്നത്തെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഗെയിമിൽ നീ ആയിരുന്നെങ്കിൽ ജയിച്ചേനെ. ആ മുട്ടകൾ ബാലൻസ് ചെയ്ത് നീ കൊണ്ടുപോയിട്ടേനെ. എനിക്കറിയാം നീ അത് ചെയ്തുമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും പറ്റിയില്ല, ഞങ്ങളെല്ലാവരും തോറ്റുപോയി എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ഗബ്രിയുടെ ഫോട്ടോ നോക്കിയിട്ട്. പിന്നെ കാണുന്ന ജനങ്ങൾ വിചാരിക്കും, ഈ ഒരു 60 ദിവസത്തെ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, കരച്ചിൽ വരുന്നത് എന്നൊക്കെ കാണുന്ന ജനങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഓരോ ഫാമിലിയും വരുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ ആകെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്, ചിരിക്കണം, വിഷമിക്കരുത് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ച് കയ്യിലെടുത്ത് ഇരുത്തിയിട്ടും കിടത്തിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് രാത്രി ലൈവില്. എന്നിട്ട് പിന്നെ നമ്മുടെ അർജുൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന സമയത്ത് അർജുൻ പറയുന്നുണ്ട്, നിന്റെ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ. അപ്പോൾ എൻ്റെ കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് അർജുൻ പറയുന്നുണ്ട്, ഇല്ല നീ കുറച്ചു നേരം കൂടി പോയി സംസാരിക്കുന്നത്, ടാസ്കും കാര്യങ്ങളും ഒക്കെ പോയി സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് അർജുൻ ഒഴിവാക്കി വിടുന്നുണ്ടായിരുന്നു ജാസ്മിനെ. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അഭിഷേക് കയറി വരുന്നുണ്ട്. വാ ജാസ്മിനെ, നമുക്ക് കുറച്ച് ലോകകാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് വരുന്നുണ്ട്. അപ്പോൾ അഭിഷേക് ശല്യം കയറി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേകിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് അവിടേക്ക് ഋഷി വന്നിട്ട് അഭിഷേകിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അവളെ ശല്യം ചെയ്യേണ്ട, അവളിരുന്ന് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി വന്നിട്ട് അഭിഷേകിനെ വിളിച്ചു പോകുന്നുണ്ട്. എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി പീസാണെന്ന് തോന്നുന്നു ജാസ്മിൻ അവിടുത്തെ ഈ വക കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് കൊണ്ട്. പ്രേക്ഷകർ തന്നെ ഈ രാത്രി സമയത്തുള്ള ഈ ഫോട്ടോ വെച്ചുള്ള സംസാരം ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് തന്നെ ഇളകുന്നുണ്ട്. ജാസ്മിൻ അവിടെ നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാവുന്ന മത്സരാർത്ഥിയാണ്. പക്ഷെ ഈ കാര്യത്തിലുള്ള ജാസ്മിന്റെ ഗെയിം മാത്രം പ്രേക്ഷകർക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. ഇതുകൊണ്ടാണ് ജാസ്മിനെ ഇത്രയും വെറുപ്പ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായത്. ഇല്ലാന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഇപ്പൊ എവിടെ എത്തിയേനെ?